ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് അംഗനവാടി ജീവനക്കാർ ഡിജിറ്റൽ സമരം ആരംഭിച്ചതായി അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ. ഓൺലൈൻ ജോലികൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്ത കാണാം. അനുപൂരക പോഷകാഹാര സാധനങ്ങൾ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ ഉപയോഗയോഗ്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നൽകാതെ ഉത്തരവാദിത്തം ജീവനക്കാർക്കുമേൽ അടിച്ചേൽപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആനുകൂല്യ നഷ്ടമായാൽ നഷ്ടപരിഹാരം ജീവനക്കാരിൽ നിന്ന് ഈടാക്കുമെന്നും ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. 2018 നൽകിയ ഫോൺ 2023 പ്രവർത്തനരഹിതമായി. തുടർന്ന് ജീവനക്കാർ സ്വന്തം ഫോൺ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്തേണ്ട ഗതികേടിലാണ്. പലരും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരല്ല. ഒട്ടേറെ ഗുണഭോക്താക്കളുള്ളതിനാൽ കൂടുതൽ വിവരശേഖരണം നടത്തി ഓൺലൈനിൽ ചേർക്കേണ്ടി വരുന്നത് ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. കേരളത്തിലൊട്ടാകെ മാർച്ച് 10 മുതൽ ഡിജിറ്റൽ സ്ട്രൈക്കിലാണ്. ഞങ്ങൾക്ക് 2019 ഒരു ഫോൺ തന്നിട്ടുണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്, കാസ് ഫോണാണ്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം 2023 കൂടി അത് പ്രവർത്തനരഹിതമാവുകയും അത് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരുകയാണ് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് ഉപകരണം തന്നില്ല എങ്കിലും ഞങ്ങളുടെ ജോലിക്ക് യാതൊരു വ്യത്യാസമൊന്നുമില്ല. ജോലിഭാരം കൂടിക്കൊണ്ട് തന്നെയായിരുന്നു. ഓരോ പ്രാവശ്യം ഓരോരോ ജോലികൾ ഓൺലൈനായിട്ട് ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പം ഇത് ചെയ്തു വിടാനുള്ള ഒരു ഉപകരണം ഞങ്ങളുടെ പക്കലില്ല. അംഗൻവാടി ജീവനക്കാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് ഓൺലൈൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറി. ഗുണഭോക്താക്കളുടെ കാര്യങ്ങളായും ഫുഡ് വിതരണം വരെ ഇപ്പം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയിരിക്കും. പക്ഷേ ഇപ്പം അംഗൻവാടിയിൽ വരുന്ന ഒരു ഗുണഭോക്താവിന് നമ്മൾ അവർക്ക് ഒരു ഫുഡ് നൽകണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്ത് ഫോട്ടോ ക്യാപ്ചർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കൊടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അത് ചെയ്യാനുള്ളൊരു വന്ന് ഞങ്ങൾക്കൊട്ട് ഇല്ലേം തന്നെ. അപ്പോൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പം അംഗൻവാടി മേഖലയിലാകെപ്പാടെ ജീവനക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സാധിക്കത്തില്ല. ഞങ്ങൾക്ക് മതിയായ ഒന്നുകിൽ ഫോൺ നൽകുക, അല്ലെങ്കിൽ ടാബ് നൽകുക, അങ്ങനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നൽകുക. ഇത് ഏതെങ്കിലും ഒരു സംവിധാനം അംഗനവാടിയിൽ ഏർപ്പെടുത്തിയെങ്കിൽ മാത്രമേ അംഗനവാടി പ്രവർത്തനം സുഗമമായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും മേലുദ്യോഗസ്ഥരുടെ പീഡനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വെച്ചാൽ അവർക്ക് ടൂളുണ്ടോ എന്തെങ്കിലും ഇത് ഉണ്ടോ എന്നുള്ളത് അവർക്കറിയണ്ട. പക്ഷെ അവരുടെ ഡാറ്റാസ് അവരാവശ്യപ്പെടുമ്പോൾ നമ്മൾ ചെയ്തു വിട്ടേ പറ്റുള്ളൂ. അവർക്കും അതേപോലെ സമ്മർദ്ദം വന്നിട്ടാവാം. എന്തായാലും ജീവനക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ അംഗൻവാടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായി തീർന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ഫോണില്ല, സിമ്മില്ല. പോഷൻ ട്രാക്കർ പ്രവർത്തനത്തിന് ഫോണോ ടാബോ കമ്പ്യൂട്ടറോ നൽകുക, ഫോട്ടോ ഉൾപ്പെടുത്താതെ ഗുണഭോക്താക്കൾക്ക് പോഷകാഹാരം നൽകാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അതേസമയം അംഗനവാടികളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എൻ ശോഭന, സെക്രട്ടറി അനിത റജി, എ അമ്പിളി, കെ ലത, വിദ്യാനാരായണൻ, കെ എസ് രമണി എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്